വല്ലംകടവ് പാറപ്പുറം പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം അപകടങ്ങൾ തുടർക്കഥയാകുന്നുവെന്ന് പരാതി. പെരിയാറിന് കുറുകെയുള്ള പാലം യാത്രാ സൗകര്യത്തിനായി തുറന്നുകൊടുത്തിട്ട് നാൾ അധികമായിട്ടില്ല. എന്നാൽ ഇതിനോടകം തന്നെ ഈ പാലത്തിൽ 7 അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളതായി പ്രദേശവാസികൾ. പാറപ്പുറം ഭാഗത്തു നിന്ന് വല്ലം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നവയിൽ ഏറെയും. പ്രധാന പാലത്തിൽ നിന്ന് 100 മീറ്റർ മാറി മറ്റൊരു ചെറിയ പാലം കൂടി ഈ പ്രദേശത്തുണ്ട്. ഈ ചെറിയ പാലത്തിലേക്ക് കയറുന്ന അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണം. റോഡിൽ വലിയ വളവ് ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചെത്തുന്ന വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോൾ ചെറിയ പാലത്തിന്റെ മീഡിയനിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടങ്ങൾ സംഭവിക്കാറ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മിനി വാൻ അപകടത്തിൽപ്പെട്ടതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. ഒരു 3-4 മാസമാണ് ആയിട്ടുള്ളൂ. അതിനുശേഷം ചെറിയ ചെറിയ വാഹനങ്ങളാണ് മറിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു ദോസ്ത് ഇവിടെ മറിയുകയുണ്ടായി. പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഈ റോഡിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് അതിന് മെയിനായിട്ടുള്ള കാരണം. അത് ഞങ്ങൾ ഇതിനു മുമ്പേ വർക്ക് നടക്കുന്ന കാലത്ത് തൊട്ടേ അധികാരികളെയും ഉദ്യോഗസ്ഥരെയും ഇത് അറിയിച്ചതാണ്, തെറ്റാണ് എന്നുള്ള രീതിയിൽ. അതവർ ചെവിക്കൊള്ളുകയോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്തില്ല. ഇവിടെ ഒരു വാഹനാപകടമോ അങ്ങനെ ഒരു ആക്സിഡൻറ്റോ ഉണ്ടാവുകയില്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ സെൻട്രൽ ലൈൻ തന്നെ മാർക്ക് ചെയ്തേക്കണം കാണുമ്പോൾ നമുക്കറിയാം അടുത്ത പറമ്പുകാരൻ്റെ വീട്ടിലൂടെയാണ് ആ വാഹനം കയറിപ്പോണ്ട് എന്ന രീതിയിലാണ് അവർ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ സ്ലോവിൽ വരുന്ന വാഹനങ്ങൾ വരെ സ്കിഡ് ആവുകയാണ്. ഈ പാലം ഇറങ്ങുന്ന സൈഡിലേക്ക് മണ്ണിട്ട് നികത്തുകയോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്തിട്ടില്ല. വണ്ടി അവിടെ വരുന്നു, സ്പീഡിൽ വരുന്നു, ബ്രേക്ക് ചെയ്യുന്നു, വണ്ടി സ്കിഡ് ചെയ്യുന്നു, മറയുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് നാട്ടുകാരെന്ന രീതിയിൽ ഞങ്ങൾ ഒത്തിരി പേരുടെ അടുത്ത് ഞങ്ങൾ പരാതി പറഞ്ഞതാണ്. ഇതിനൊന്നും ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വന്ന സമയത്ത് തന്നെ അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ചതാണെന്നും എന്നാൽ ഇക്കാര്യം ഉദ്യോഗസ്ഥരോ കരാറുകാരോ മുഖവിലയ്ക്ക് എടുത്തില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു. ഇനിയും ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടായില്ല എങ്കിൽ വലിയ അപകടങ്ങൾ തുടർക്കഥ ആകും എന്ന ഭയത്തിലാണ് നാട്ടുകാർ. ഈ പാലത്തിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പല അധികാരികളുമായിട്ട് ഞങ്ങൾ നേരിട്ട് സംസാരിച്ചപ്പോഴും നിവേദനങ്ങൾ സമർപ്പിച്ചപ്പോഴും അവർ പറഞ്ഞത് മൂന്നാർ പോലെയുള്ള സ്ഥലങ്ങളിൽ എത്രത്തോളം വളവുകളുണ്ട്, അവിടെ എല്ലാ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള. ഈ എവിടെ അപകടങ്ങൾ സംഭവിച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്നവർ ചോദിച്ച അധികാരിയുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തന്നെയാണ് കുഴപ്പം. രാത്രിയായാലും പകലായാലും ഓടിയെത്ത അയൽക്കത്തുള്ളവരായിരിക്കും. ഇതിപ്പോൾ ഈ സംഭവിച്ച അപകടം 7ാമത്തെ അപകടമാണ് ഇതുവരെ. പുഴയുടെ പുറകെയുള്ള വലിയ പാലം ഇറങ്ങി വരുന്ന സ്ട്രെയിറ്റ് റോഡിലൂടെ അധികം സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ വളവ് നല്ല കർവുണ്ടെന്ന് പ്രതീക്ഷിച്ചിറങ്ങി വരികയും തൊട്ടടുത്ത് എത്തിക്കഴിയുമ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു മാറുന്ന രീതിയിലേക്ക് ആണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. അതാണ് ഈ അപകടങ്ങൾക്കെല്ലാം കാരണം. ഇത് പല പ്രാവശ്യം നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. ഇതുകൂടാതെ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ പാലത്തിലല്ലാതെ അപ്രോച്ച് റോഡിന്റെ ഒരു ഭാഗത്തും വഴിവിളക്കുകൾ ഇല്ലാത്തതും കാൽനട യാത്രികർക്കും വാഹനയാത്രികർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,